നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഓവർ ഹെഡ് പൊസിഷനിൽ 4G 10mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. വെൽഡിംഗ് പൊസിഷണർ ടേബിൾ വെൽഡർക്ക് നീക്കാൻ മതിയായ ഇടമുള്ള ഒരു സുരക്ഷിത സ്ഥലത്ത് സ്ഥാപിക്കുക. വെൽഡിംഗ് സമയത്ത് എളുപ്പവും കൃത്യവുമായ സ്ഥാനനിർണയം സുഗമമാക്കുന്നതിന് റൊട്ടേഷൻ സ്പീഡും ഡയറക്ഷനും ഉൾപ്പെടെ വെൽഡിംഗ് പൊസിഷണറിന്റെ കൺട്രോളിനെ കുറിച്ച് നിങ്ങൾ തന്നെ സ്വയം പരിചയത്തിലാകുക. മേശപ്പുറത്ത് 10mm MS പ്ലേറ്റ് സുരക്ഷിതമായി പിടിക്കാൻ സി ക്ലാമ്പുകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്ലാമ്പുകൾ പോലെയുള്ള ഉചിതമായ ക്ലാമ്പിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വെൽഡിംഗ് സമയത്ത് മൂവ്മെന്റുകൾ ഇല്ലാതിരിക്കാൻ ക്ലാമ്പുകൾ മതിയായ പ്രഷർ നൽകുന്നുവെന്ന് ഉറപ്പാക്കുക. പൊസിഷണറിന്റെ ടേബിൾ ആംഗിൾ ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷണറിലേക്ക് ക്രമീകരിക്കുക. ആവശ്യമുള്ള വെൽഡിംഗ് സ്ഥാനവുമായി മാച്ച് ആകുന്നതിന് ഈ ആംഗിൾ സെറ്റ് ചെയ്യണം. നൽകിയിരിക്കുന്ന ക്ലാമ്പ് ഉപയോഗിച്ച് ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷണറിൽ ടാക്ക് വെൽഡ് ചെയ്ത ലാപ്പ് ജോയിന്റ് ഫിക്സ് ചെയ്യുക. റൊട്ടേഷൻ സമയത്ത് സ്റ്റെബിലിറ്റിയും ബാലൻസും നിലനിർത്താൻ പൊസിഷണറിന്റെ ആക്സിൽ ലാപ്പ് ജോയിന്റ് ടാക്ക് വെൽഡ് ചെയ്യുന്നത് സെന്ററിലാകണം. വെൽഡിംഗ് ഏരിയ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ പ്ലേറ്റുകൾ സ്ഥാപിക്കുക. ഇത് വെൽഡറെ വെൽഡിംഗ് പ്രക്രിയയിൽ നല്ല വിസിബിലിറ്റി കിട്ടാനും നിയന്ത്രിക്കാനും അനുവദിക്കുന്നു. സ്പാർക്കുകളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിനും വൈദ്യുത അപകടങ്ങൾ തടയുന്നതിന് പൊസിഷണറിന്റെ ശരിയായ ഗ്രൗണ്ടിംഗ് പോലുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. വെൽഡിംഗ് ഗ്ലൗസ്, ലെൻസിന്റെ ശരിയായ ഷെയ്ഡുള്ള വെൽഡിംഗ് ഹെൽമെറ്റ്, തീജ്വാലയെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. എന്തെങ്കിലും ഡാമേജുകളോ എക്സ്പോസ് ആയ വയറുകളോ ഉണ്ടോ എന്നറിയാൻ വെൽഡിംഗ് കേബിളുകൾ പരിശോധിക്കുക. വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും തകരാറുകൾ അറിയാൻ വെൽഡിംഗ് ടോർച്ച് പരിശോധിക്കുക. കറക്റ്റ് പൊസിഷനിൽ ഇലക്ട്രോഡ് ടോർച്ചിൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. റൂട്ട് റൺ വെൽഡിങ്ങിനായി 3.15 mm ഡയാ MS ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. റൂട്ട് റണ്ണിനായി കറണ്ട് 110 ആംപിയറായി സജ്ജമാക്കുക. മുകളിലുള്ള പ്ലേറ്റിനെയും താഴെയുള്ള പ്ലേറ്റിനെയും രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ ഇലക്ട്രോഡ് ആംഗിൾ സെറ്റ് ചെയ്ത് വീവിംഗ് ചെയ്യാതെ ഷോർട്ട് ആർക്കിൽ റൂട്ട് റൺ അടിക്കുക. ഇലക്ട്രോഡ് വേവിംഗ് ഇല്ലാതെ ഒരു ചെറിയ ആർക്ക് ഉപയോഗിച്ച് ജോയിന്റിന്റെ റൂട്ടിൽ ആദ്യത്തെ ബീഡ് ഇടുക. ഒരു ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് ബീഡിൽ നിന്ന് സ്ലാഗ് നീക്കം ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. രണ്ടാമത്തെ റണ്ണിനായി 3.15 mm ഡയാ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. രണ്ടാമത്തെ റണ്ണിനായി കറണ്ട് 110 ആംസായി സജ്ജമാക്കുക. ഇലക്ട്രോഡ് ആംഗിൾ റൂട്ട് റണ്ണിന് സൂചിപ്പിച്ചതിന് സമാനമാണ്. സ്ട്രിംഗർ ബീഡ് ടെക്നിക് ഉപയോഗിച്ച് രണ്ടാമത്തെ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് വെൽഡ് ബീഡ് ഡീസ്ലാഗ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. മൂന്നാമത്തെ റണ്ണിനായി 3.15 mm ഡയാ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. മൂന്നാമത്തെ റണ്ണിനായി കറണ്ട് 110 ആംപിയറായി സജ്ജമാക്കുക. ആദ്യത്തെ ബീഡിനും മുകളിലെ പ്ലേറ്റിന്റെ താഴത്തെ അറ്റത്തിനും ഇടയിൽ മൂന്നാമത്തെ ബീഡ് നിക്ഷേപിക്കുക. മുകളിലെ പ്ലേറ്റിന്റെ അരികുകൾ ഉരുകുന്നത് ഒഴിവാക്കാൻ ഷോർട്ട് ആർക്ക് ഉപയോഗിച്ച് പ്ലേറ്റിന്റെ സർഫസിലേക്ക് 45 ഡിഗ്രി ഇലക്ട്രോഡ് ആംഗിൾ ഉപയോഗിക്കുക. ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് വെൽഡ് ബീഡ് ഡീസ്ലാഗ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 10 mm കനമുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റിന് പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇതാണ്. എപ്പോഴും സംരക്ഷണ വസ്ത്രം ധരിക്കുക. ശരിയായ ഹെൽമെറ്റ് ധരിക്കുക. ശരിയായ വൈദ്യുത സുരക്ഷ ഉറപ്പാക്കുക. ജോയിന്റ് ശരിയായി തയ്യാറാക്കുക. ശരിയായ വെൽഡിംഗ് പാരാമീറ്ററുകൾ ഉപയോഗിക്കുക. ശരിയായ ആർക്ക് ലെങ്ത് നിലനിർത്തുക. ഒരു വേവിംഗ് മെഷീൻ ഉപയോഗിക്കുക. സ്ഥിരമായ വേഗതയിൽ വെൽഡ് ചെയ്തു പോകുക. ഓരോ പാസിന് ശേഷവും സ്ലാഗ് വൃത്തിയാക്കുക. വെൽഡ് ബീഡ് ശരിയായ അളവിലുള്ളതാണെന്ന് ഉറപ്പാക്കുക. ചൂടുള്ള ജോബ് പിടിക്കാൻ ടോങ്ങുകൾ ഉപയോഗിക്കുക. ഇൻസ്പെക്ഷൻ പ്രോസസ്സിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഡിഫക്ട്സുകൾ നമുക്കിപ്പോൾ നോക്കാം.
അണ്ടർകട്ട്, porosity, uneven ripples. പ്ലേറ്റുകളുടെ അറ്റം ഉരുകിപ്പോകുന്നു. വിള്ളലുകൾ. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ? വലിപ്പം അനുസരിച്ച് പ്ലേറ്റുകൾ തയ്യാറാക്കുക. 150 mm നീളം, 50 mm വീതി, 10 mm കനത്തിൽ തന്നിരിക്കുന്ന MS പ്ലേറ്റ് കൃത്യമായി മുറിച്ച് ലാബ് ജോയിന്റ് സെറ്റ് ചെയ്ത് വശങ്ങളിൽ ടാക്ക് വെൽഡ് ചെയ്ത് ജോബ് സെറ്റ് ചെയ്യുക. വീവിംഗ് ടെക്നിക് ഉപയോഗിച്ച് റൂട്ട്, സെക്കൻഡ് ആൻഡ് തേർഡ് റൺസ് ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫേസ് ഡിഫക്റ്റുകൾ അറിയാൻ വെൽഡ് ബീഡ് പരിശോധിക്കുക.